നടൻ നാഗചൈതന്യയുടെയും ശോഭിതയുടെയും വിവാഹം ഡിസംബർ 4-നാണ് കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടുവെങ്കിലും ഇവരുടെ വിവാഹവും അതു സംബന്ധിച്ച വാർത്തകളും തന്നെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ഇപ്പോഴിതാ താരങ്ങൾ നടത്തിയ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. 2 കാര്യങ്ങളാണ് ശോഭിതയ്ക്ക് നേരെ ഇപ്പോൾ എല്ലാവരും വിരൽ ചൂണ്ടുന്നത്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദ്യമായി ക്ഷേത്ര ദർശനത്തിന് എത്തിയതാണ് താരങ്ങൾ. ഇരുവരും മാത്രമായല്ല ക്ഷേത്രത്തിലേക്ക് എത്തിയത്. നാഗചൈതന്യയുടെ പിതാവും നടനുമായ നാഗാർജുനയും താരങ്ങളോട് ഒപ്പമുണ്ടായിരുന്നു. മൂവരും ചേർന്ന ക്ഷേത്ര ദർശനം നടത്തുന്ന വീഡിയോ വൈറലായതിനു പിന്നാലെ നാഗാർജുനയ്ക്ക് നേരെ വിമർശനങ്ങളുടെ ശരവർഷമാണ് ഉയർന്നിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പൂജാരി ശോഭിതയ്ക്ക് ചന്ദനം തൊട്ട് കൊടുക്കുന്ന സമയത്ത് നാഗാർജുന അവരുടെ മുടി ഒതുക്കി കൊടുക്കുന്നതാണ് വിമർശനങ്ങൾക്ക് ഇപ്പോൾ കാരണമായിരിക്കുന്നത്. നാഗാർജുനയുടെ പ്രവൃത്തി ഒട്ടും ശരിയായില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും അഭിപ്രായപ്പെടുന്നത്. ശോഭിത ഇവരിൽ ആരുടെ ഭാര്യയാണ്? അച്ഛൻ്റെയോ അതോ മകൻ്റെയോ? നാഗാർജുന ശോഭിതയുടെ ഭർത്താവാണ് എന്ന രീതിയിലാണ് പെരുമാറുന്നത്. എന്തിനാണ് നാഗാർജുന ശോഭിതയുടെ മുടി മാറ്റിയിട്ട് കൊടുത്തത് തുടങ്ങിയ കമന്റുകളാണ് ഇവരുടെ ക്ഷേത്ര ദർശന വീഡിയോയ്ക്ക് താഴെ എത്തുന്നത്. അതിനു പുറമെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ശോഭിതയ്ക്കെതിരെ വലിയ സൈബർ ആക്രമണങ്ങളാണ് വരുന്നത്. നാഗചൈതന്യയുടെ മുൻ ഭാര്യ സാമന്തയുടെ ആരാധകരാണ് സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നതെന്നാണ് അഭ്യൂഹം. ശോഭിതയുടെ ആഭരണങ്ങൾ എല്ലാം കോപ്പിയടി എന്നാണ് ആളുകളുടെ കണ്ടെത്തൽ. തെളിവ് സഹിതമാണ് ആളുകൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ബോളിവുഡ് താരസുന്ദരി ഐശ്വര്യ റായിയും തെന്നിന്ത്യൻ താരസുന്ദരി തൃഷയും തിളങ്ങിയ മണിരത്നത്തിന്റെ പൊന്നിയിൻ സെൽവൻ എന്ന സിനിമയിൽ ഇരുവരും അണിഞ്ഞ ആഭരണങ്ങളാണ് ശോഭിത വിവാഹത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ശോഭിത അണിഞ്ഞ 3 മാലകളിലൊന്ന് കുന്തൻ ചോക്കർ നെക്ലസ് ആയിരുന്നു. സമാനമായ രീതിയിലുള്ള ചോക്കർ പൊന്നിയിൻ സെൽവനിൽ തൃഷ ധരിച്ചതായി കാണാം. ഇതിനു പുറമെ കുറച്ചുകൂടി വലിയ രീതിയിലുള്ള മാല ഐശ്വര്യ റായി ഈ സിനിമയിൽ ധരിച്ചത് തന്നെയായിരുന്നു. ഐശ്വര്യ റായിയുടെയും തൃഷയുടെയും മാലയും സാമന്തയുടെ ഭർത്താവും. ഈ പെൺകുട്ടിക്ക് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. മറ്റൊരാളുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നാണമില്ല, പിന്നെയല്ലേ ആഭരണങ്ങൾ എന്നുവരെ ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട്.